ഹായ് ഗായ്സ്, നമുക്ക് നൈറ്റ് ഡ്രൈവിന് പോയാലോ. നമ്മൾ സൺവേ പിരമിഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അവിടെ സൺവേ ഷോപ്പിംഗ് മോൾ ഉണ്ട്. അപ്പം നമുക്ക് ഷോപ്പിംഗ് മോൾ കണ്ടിട്ട് അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, ജസ്റ്റ് ടേക്ക് ദ വീഡിയോ. അത് ഞാൻ നേരത്തെ കണ്ടു. ഈ ലയണ കണ്ടിക്ക്, പക്ഷെ ലയണാണോ എനിക്ക് മനസ്സിലായില്ല. അല്ല, അത് മലേഷ്യൻ്റെ എന്തോ എംബ്ലം എന്തോ ആണോ? മലേഷ്യൻ്റെ എംബ്ലം തന്നെ. മലേഷ്യൻ്റെ നാഷണൽ ഫ്ലവർ, അതായത് ദേശീയ പുഷ്പം എന്ന് പറയുന്നത് ഹൈബിസ്കസ് ആണ്, അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. പിന്നെ ഈ സൺവേ പിരമിഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഡയറക്ടറായിട്ടുള്ള നെൽസൺ യോങ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്, ഇതിൻ്റെ മുൻഭാഗം. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻഭാഗം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ആർക്കിടെക്റ്റിനെ മീറ്റ് ചെയ്ത്. അപ്പോൾ അവർക്ക് ആർക്കും, അതായത് എങ്ങനെയാണോ ഇതിൻ്റെ ഓണർക്ക് വേണ്ടത് അതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയാണ് ലാസ്റ്റ് നെൽസൺ യോങ്ങിൻ്റെ കയ്യിൽ ഇത് എത്തുന്നത്. അപ്പോൾ യോങ്ങിൻ്റെ വാക്കുകൾ പ്രകാരം ഇങ്ങനെയാണ്: സൺവേൻ്റെ ചെയർമാനായ ടാൻ ശ്രീ ഡോ ജെഫ്രി ചിയയുമായി കൂടിക്കാഴ്ച നടത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രചോദനം ലഭിച്ചു. തുടർന്ന് പ്രശസ്തമായ സിംഹത്തിൻ്റെ തല, പിരമിഡ് കൂടാതെ കെട്ടിടത്തിൻ്റെ മുൻഭാഗം ഏകദേശം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം ഒരു സ്കെച്ചിലൂടെ വരച്ചു. പിന്നെ ഈ ഷോപ്പിംഗ് മോൾ ഉദ്ഘാടനം ചെയ്തത് 1997 ജൂലൈയിലാണ്. ഇത് ഓപ്പൺ ആയി കൊടുത്തു എല്ലാവർക്കും, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഈ മോള് ഒരു ഈജിപ്ഷ്യൻ റിവൈവൽ ശൈലിയിലുള്ള വാസ്തുവിദ്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രൂപകൽപ്പന ചെയ്തത്. പ്രധാന പ്രവേശന കവാടത്തെ സ്ഥാപിച്ചിരിക്കുന്ന ഭീമാകാരമായ സിംഹപ്രതിമയാണ് മാളിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഈ പ്രതിമ അതിൻ്റെ പിന്നിൽ ഉയർന്നു നിൽക്കുന്ന വലിയ പിരമിഡിനോടൊപ്പം ഈജിപ്തിലെ ഗീസയിലെ പ്രശസ്തമായ ഗ്രേറ്റ് സ്പിങ്സ് അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ ബേബി വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവനിപ്പം ആ മദർ ഇൻ ലോൻ്റെ കൂടെയാണുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.